ഹലോ ഗൈസ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തൊരു സൺഡേ വെറുതെ ഇരുന്നപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ ഒന്ന് പോയി നോക്കിയ സ്പോട്ടാണ് തട്ടേക്കാട്. 4:30 വരെയാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേക്കുള്ള എൻട്രി. ഏകദേശം 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സമയം 4:15 തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി മൈൻഡ് ഒന്ന് റിലാക്സ് ആകാനും പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് എന്താ ഇപ്പോൾ പറയുക ഒരു ഹരിതാപയും പച്ചപ്പും ഒക്കെ കണ്ട് അങ്ങനെ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്കാവുന്നൊരു സ്പോട്ടാണ്. സംഭവം ബേർഡ് സാങ്ച്വറി ആണല്ലോ, അപ്പോൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലും പക്ഷികളെ കാണാം, ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് കരുതിയിട്ടാണ് നടന്നു തുടങ്ങിയത്. നടന്ന് 5 മിനിറ്റായി, 10 മിനിറ്റായി, അരമണിക്കൂറായി. എന്നിട്ടും ഒരു കാക്കയെ പോലും ഞങ്ങൾ കണ്ടില്ല. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ നല്ല ഉയരമുള്ള മരങ്ങളായതുകൊണ്ട് തന്നെ ഇതൊക്കെ എവിടെയാണെന്ന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ വൈകിയാണെങ്കിലും ആ സത്യം മനസ്സിലാക്കിയ ഞങ്ങളുടെ വീഡിയോ പിടുത്തം പിന്നതാ ഇതുപോലെയായി. ഇതുകൊണ്ടിരിക്കുന്നത് ഡ്രാഗൺ ഫ്ലൈ വേർഷൻ 2.0. മറന്നുപോയി. പക്ഷേ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടായി ഗൈസ്. ഞങ്ങൾ നടന്നു കടന്ന അവസാനം ഒരു പക്ഷിയെ കണ്ടു. അത് വെറും പക്ഷിയല്ല, നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെയാണ് കണ്ടത്. അങ്ങനെ ബേർഡ് സാങ്ച്വറി വന്നിട്ട് ഒരു കിളിയെങ്കിലും കണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തോടെ ഞങ്ങൾ നേരെ മെയിൻ എൻട്രൻസിലോട്ട് പോയി. കുറച്ചുകൂടി നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്കവിടെ ബോട്ടിങ്, ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ ഭയങ്കര നേരത്തെ അവിടെ എത്തിയതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനൊന്നും പറ്റിയില്ല. കുറേ നേരം നടന്ന് ഒരു പരുവായതുകൊണ്ട് തന്നെ അവിടെ കണ്ട ഒരു ഈറമാടത്തിൽ വലിഞ്ഞു കയറി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ മടങ്ങാൻ നേരത്ത് പെട്ടെന്ന് അവിടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് പോലെ ഫീൽ ചെയ്തു. മഴക്കാറും കാറ്റും ഒക്കെ വന്നിട്ട് അന്തരീക്ഷം മൊത്തത്തിൽ വേറൊരു വൈബായി നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. ഇനി ശരിക്കും ഇവിടെ സീസൺ ടൈമിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം എന്നറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അടുത്ത വട്ടം പോകുമ്പോൾ പ്ലാൻ ചെയ്ത് പോകാമല്ലോ.